സീത നമ്മളോട് പറഞ്ഞില്ലെങ്കിലും സീതയുടെ കഴുത്തിൽ താലി കെട്ടിയ ആ ആൾ ആരാണെന്ന് കണ്ടുപിടിച്ച് നമ്മൾ വേണം അവരെ രണ്ടുപേരെയും ഒന്നിപ്പിക്കാൻ. അരുണേട്ടാ, എന്താ ഒന്നും മിണ്ടാത്തെ? സ്വന്തം ഭർത്താവ് ആരാണെന്ന് സീതയ്ക്ക് മറയ്ക്കാം. അവരുടെ ഭർത്താവ് ചിലപ്പോ കണ്ണെത്താ ദൂരത്തും ആയിരിക്കാം. പക്ഷെ അരുണേട്ടൻ എന്റെ ഒപ്പം നിന്നാ അതാരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. അച്ഛൻ പേടിച്ചോയി ഗംഗ ചേച്ചി. എന്താ ദേവസേന ഇത്? ഇങ്ങനെയാണോ അച്ഛനെ പേടിപ്പിക്കുക? പാവം, അച്ഛന്റെ മുഖത്തൊക്കെ വെള്ളായില്ലേ? ഇനി ഗംഗ ചേച്ചിക്ക് കാണിക്കില്ലേ? പേടിക്കാൻ പറ്റില്ലല്ലോ. പറഞ്ഞേ ഇനി നിന്നെ ഞാൻ വിടില്ല. സ്വാമി, സുഖം തന്നെയല്ലേ? ആ, സുഖായിരിക്കുന്നു. എന്തൊക്കെയാ തന്റെ വിശേഷം? ഞാനും സുഖമായിട്ടിരിക്കുന്നു സ്വാമി. പിന്നെ ഗംഗ ഭഗവതി ക്ഷേത്രത്തില് പൂജ ചെയ്യാനായിട്ട് പോയെങ്കിലും അത് മുടങ്ങിയായിരുന്നല്ലോ. അപ്പൊ അതിന് പരിഹാരം എന്താ ചെയ്യേണ്ടെന്ന് ആലോചിച്ച് പറയാന്ന് പറഞ്ഞിട്ട് സ്വാമി ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാനൊന്നും അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു നിങ്ങളെ. കൃത്യസമയത്ത് തന്നെയാ വിളിച്ചത്. നമ്മളിനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പ്രശ്നം വെച്ചൊന്ന് നോക്കി. എന്താ ചെയ്യേണ്ടത് സ്വാമി? 20 വർഷമായി നമ്മൾ ആ പുറ്റിൽ പൗർണമി പൂജ ചെയ്യുകയായിരുന്നില്ലേ? എന്നാൽ അതിന് ഭംഗം സംഭവിച്ചു. അതെ സ്വാമി, അന്നത്തെ ആ സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി. ഇനി തന്റെ വീട്ടില് മുടങ്ങിപ്പോയ ആ പൗർണമി പൂജ പുനരാരംഭിക്കണം. സ്വാമി, പുറ്റിൽ അതിന് നന്ദിനി ഇല്ലല്ലോ സ്വാമി. നന്ദിനി ഇല്ലെങ്കിൽ എന്താ? കാലചക്രം തന്റെ വീട്ടിൽ തന്നെ ഇല്ലേ? അതിനാണ് നമ്മൾ പൗർണമി പൂജ ചെയ്യാൻ പോകുന്നത്. ഇതുവരെയും നമ്മൾ കാലചക്രത്തിനായിട്ട് പൂജയൊന്നും ചെയ്തിട്ടില്ലല്ലോ സ്വാമി. ഇനി ചെയ്യണം. കാലചക്രത്തിന് പൂജ ചെയ്താൽ മാത്രമേ കുമാരിൽ നിന്നും നഷ്ടപ്പെട്ട ആ കാലചക്രം എവിടെയെന്ന് കണ്ടെത്താനാകൂ. തന്റെ വീട്ടിലുള്ള കാലചക്രത്തിന് പൂജയ്ക്ക് ആവശ്യമായ ഏർപ്പാടുകൾ ചെയ്യേ. ഞാൻ കിച്ചുവിനോട് പറഞ്ഞ് അവന്റെ പക്കലുള്ള കാലചക്രത്തിനും പൂജ നടത്താൻ പറയാം. ശരി സ്വാമി, എന്ത് പൂജ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ എല്ലാം അറേഞ്ച് ചെയ്തോളാം. ശരി സ്വാമി, എല്ലാം പറഞ്ഞതുപോലെ. താൻ പൂജ തുടങ്ങ്. കാലചക്രത്തിന് പൂജകൾ ചെയ്യുന്തോറും അതിന്റെ പ്രഭാവം നമ്മെ ശക്തരാക്കും. പിന്നെ നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാം നടക്കും. ആ നന്ദിനി നമ്മുടെ ബന്ധനത്തിൽ വരും. വരണം സ്വാമി. അവളെ ബന്ധിച്ചാലേ എനിക്കൊരു സമാധാനം കിട്ടും. താൻ ഞാൻ പറയുന്നത് പോലെ ചെയ്യേ. പൂജ കഴിഞ്ഞാൽ എല്ലാം പരിഹരിക്കപ്പെടും. ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിട്ട് എന്നെ വിളിക്കേ. ശരി സ്വാമി, ഞാൻ ചെയ്തോളാം. ഹലോ. ഹലോ സർ, സാറിപ്പോ ഫ്രീ ആണോ? എന്താ സാർ, കേസൊക്കെ ആയിട്ട് ബിസിയാണോ? കുറച്ച് നാളായാലും ഇങ്ങോട്ടൊക്കെ വിളിച്ചിട്ട്. ഒന്നും പറയണ്ട സർ, ഒരു കേസിന്റെ ആവശ്യമായിട്ട് കുറച്ച് നാളെ ഡൽഹിയിലായിപ്പോയി. ഇന്നലെ കൊച്ചിയിൽ ലാൻഡ് ചെയ്തേ ഉള്ളൂ ഞാൻ.
ഓ, ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാൻ നിൽക്കായിരുന്നു. നിങ്ങൾ ഫ്രീ ആണെങ്കിൽ ഓഫീസിലേക്ക് വാ, അവിടെ മീറ്റ് ചെയ്യാം. മീറ്റ് ചെയ്യാം സർ. പക്ഷേ അതിനു മുമ്പ് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിനാ ഞാനിപ്പോ അങ്ങോട്ട് വിളിച്ചത്. പറഞ്ഞോളൂ സർ. സീതയായിട്ട് ബന്ധപ്പെട്ട കേസിൽ ജയിലിൽ പോയ സുകുമാരൻ തമ്പി ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഏതോ ലോക്കൽ MLA സപ്പോർട്ടോടെ അവനിപ്പോ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ആ ദ്രോഹി ഇത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമെന്ന് ഞാൻ കരുതിയതേയില്ല. ഞാനും അത് തീരെ പ്രതീക്ഷിച്ചതല്ല. അവൻ ജയിലിലാവാൻ കാരണം സീത ആയതുകൊണ്ട് അവളോട് ഇപ്പൊ ആ തമ്പിക്ക് നല്ല ദേഷ്യം ഉണ്ടാവുമെന്ന് ഉറപ്പാ. എന്തായാലും സീതയോടൊന്ന് ശ്രദ്ധിച്ചിരിക്കാൻ പറയുന്നത് നല്ലതാ. പുറത്തൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാ കുറച്ച് നാളത്തേക്ക് നല്ലത്. തനിച്ച് പുറത്തേക്കൊന്നും വിടണ്ട. ശരി സാർ, ഞാൻ നോക്കിക്കോളാം. താങ്ക്സ് എ ലോട്ട്. ബൈ. എന്തു പറ്റി അരുണേട്ടാ? സുകുമാരൻ തമ്പി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. അവനെ ആരാ പുറത്ത് വിട്ടത്? ഏതോ MLA സഹായിച്ചു എന്ന് അറിഞ്ഞേ. എന്തായാലും സീതയോടൊന്ന് ശ്രദ്ധിച്ചേക്കാൻ പറഞ്ഞേക്ക. ശരി. ആ ദുഷ്ടൻ കാരണം സീതയ്ക്ക് ഒരാപത്തും വരരുത്. ഇപ്പൊ എന്താ ചെയ്യേ ഈശ്വര? സീതേ, സീതേ, സീതേ. എന്താ മോനെ? മണികളെ സീത ഒന്ന് വിളിച്ചേ. കടയിലേക്ക് പോയിരിക്കുകയാണല്ലോ. എന്തിനാ അവളെ കടയിലേക്ക് അയച്ചേ? ഞാൻ അയച്ചതല്ല മോനെ, അവള് തനിയെ പോയതാ. ഏത് കടയിലേക്ക് പോയെന്നറിയോ? ഒന്നും പറഞ്ഞില്ലല്ലോ മോനെ എന്നോട്. അച്ഛാ, എന്താ ഇപ്പൊ ഉണ്ടായേ? അരുൺമോൻ വന്ന് സീത എവിടെ പോയാന്ന് ചോദിച്ചു. കടയിൽ പോയാന്ന് പറഞ്ഞപ്പോ എന്താണെന്നറിയില്ല, മോന് വല്ലാണ്ട് ടെൻഷനായി. നിനക്ക് എന്ത് വേണമെങ്കിലും ഇവിടുത്തെ ജോലിക്കാരോട് പറഞ്ഞ അവർ വാങ്ങിക്കൊണ്ടുവരില്ലേ? നീ എന്തിനാ പോകുന്നത്? എന്ത് വേണമെങ്കിലും എന്നോട് മടി കൂടാതെ ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അപ്പൊ പിന്നെ നീ എന്തിനാ ഇങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി പോകുന്നത്? അത് ഞാൻ അരുണേട്ടനോട് പറയാൻ പറ്റാത്ത കാര്യാ. അതുകൊണ്ടാ ഞാനൊന്നും പറയാതെ പോയത്. അങ്ങനെ പറയാൻ പറ്റാത്ത എന്ത് കാര്യമാ? എന്തൊരു ചോദ്യം ഇത്? ഒരു പെണ്ണിന് എല്ലാ കാര്യങ്ങളും അങ്ങനെ പറയാൻ പറ്റുമോ? അതും ഒരു പുരുഷനോട്. എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തരുമായിരുന്നില്ലേ? ഇതിനു വേണ്ടി കട വരെ പോണായിരുന്നോ? ഗംഗേ, ഞാനിപ്പോ വന്നില്ലേ, ഇതിലെന്തിനാ നിങ്ങൾ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? ആ സുകുമാരൻ തമ്പി പുറത്തിറങ്ങിയെന്നാ ഞാനിപ്പോ അറിഞ്ഞത്. നീ ഇനി കൂടുതൽ ശ്രദ്ധിക്കണം. ഇനി എന്ത് കാര്യത്തിനായിരുന്നാലും ഈ വീട് വിട്ട് പുറത്തിറങ്ങാനേ പാടില്ല. എന്താ ഇത്? സീത നമ്മുടെ വീട്ടിലാണെന്ന് അറിയുമ്പോ അയാൾക്ക് ഇങ്ങോട്ട് വരാൻ ധൈര്യം ഉണ്ടാവോ? എന്തിനാ വെറുതെ സീതയും കൂടെ പേടിപ്പിക്കുന്നത്? അതൊക്കെ ആയിരിക്കാം. ഒന്ന് ശ്രദ്ധിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പറഞ്ഞ മനസ്സിലായോ നിനക്ക്? ശരി. അരുണേട്ടൻ ഇങ്ങനെ ചൂടായിട്ട് പറഞ്ഞത് സീതയോടുള്ള സ്നേഹം കൊണ്ടാട്ടോ. എന്നാലും ഒന്ന് സൂക്ഷിക്കണം. പോയിക്കോ. മോളെ ഗംഗ, എന്താച്ചാ പറ. സീത മോളെ എവിടെയെങ്കിലും കാണാനില്ലെന്ന് അറിഞ്ഞപ്പോ അരുൺമോൻ ഇവിടെ കിടന്ന് ടെൻഷൻ അടിച്ചത് മോള് കണ്ടില്ലേ? അത് മറ്റൊന്നുമല്ല, സീതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ എന്നുള്ള പേടികൊണ്ടുള്ള ടെൻഷനായിരുന്നു അത്. ഇതങ്ങനെ നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല മോളെ. അച്ഛനൊന്നും അത്ര ശരിയായി തോന്നുന്നില്ല. എന്തായാലും നീ ശ്രദ്ധിക്കുന്നത് നല്ലതാ. ഇന്ന് പൗർണമി നിനക്ക് ശക്തി ഇരട്ടിയാകുന്ന ദിവസം. നിന്നെ കയ്യിൽ വാങ്ങിയ ഉടനെ
എന്റെ ഗുരു ചെല്ലാനമ്മയുടെ രോഗം മാറി. നിന്നെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ നീലകണ്ഠൻ ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേർന്നു. ആ വേണു നിന്നെ ഉപയോഗിച്ച് ബിസിനസ്സിൽ വളരെയധികം പുരോഗതി നേടി. ആ രാജശേഖരൻ നിന്നെ ഉപയോഗിച്ച ഈ കാണുന്നതൊക്കെ നേടിയത്. നീ ആർക്കൊപ്പമല്ല ഉണ്ടായിരുന്നു, അവരെല്ലാം ഇന്ന് നല്ല നിലകളിലായിരിക്കുകയാണ്. മറ്റുള്ളവരെല്ലാം നിന്നെ ഉപയോഗിച്ച് മുന്നോട്ട് വരണമെന്നായിരിക്കാം ആഗ്രഹിച്ചത്. എന്നാൽ എനിക്ക് നിന്നെപ്പറ്റി പൂർണ്ണമായി മനസ്സിലാക്കാനാണ് ആഗ്രഹം. നീ ഭഗവതിക്ക് വേണ്ടി ത്യാഗം ചെയ്ത കന്യകയുടെ ആത്മാവാണെന്ന് എന്റെ ഗുരു ചെല്ലാനമ്മ എന്നോട് പറഞ്ഞു. നീ ഒരാത്മാവായതുകൊണ്ട് മറ്റൊരാത്മാവിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് കണ്ടെത്താനുള്ള ശക്തി നിനക്കുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നീ കാട്ടമ്മ എന്ന ചെല്ലാനമ്മയുടെ അംശമായി വാഴുന്നവളാണ്. ഞാൻ ആ ചെല്ലാനമ്മയുടെ ഉപാസകയാണ്. നമ്മൾ ഇരുവരുടെയും മൂലശക്തി ഒന്നായതുകൊണ്ട് നിന്നെപ്പറ്റിയുള്ള രഹസ്യങ്ങൾ എനിക്ക് നീ വെളിപ്പെടുത്തി തരണം. പറയ്, എല്ലാവരെയും ഉന്നതിയിലെത്തിക്കുന്ന നിനക്ക് ഇനിയും എന്തെല്ലാം ശക്തികളാണ് ബാക്കിയുള്ളത്? പറയ്. ചേച്ചി ചേച്ചി അരുൺ സാറ് ചേച്ചിയെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു. ശരി, ഞാൻ വരാം. നീ ആ ശരി ചേച്ചി. അമ്മേ മഹാമായ കാത്തു രക്ഷിക്കണേ. എന്താണ് എന്നോട് പറയാനുള്ളതെന്ന് എനിക്കറിയില്ല. എന്നാൽ
നിന്റെ ശക്തികൾ എനിക്ക് വേണം. മറ്റ് 2 കാലചക്രങ്ങളും എനിക്ക് തന്നെ വേണം. അമ്മ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അമ്മ എന്നെ സഹായിക്കണം. കാണാതെ പോയ കുമാരന്റെ കാലചക്രം ഞങ്ങൾക്ക് തിരികെ തരണം. അമ്മേ, അമ്മ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അമ്മ എന്നെ സഹായിക്കണം. കാണാതെ പോയ കുമാരന്റെ കാലചക്രം ഞങ്ങൾക്ക് തിരികെ തരണം. ഈ സൂത്രം ആരുടെങ്കിലും കൈവച്ചൊന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ. ആരും ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അരേ ബച്ച, നീ ഇവിടെ തനിച്ചിരുന്ന് എന്ത് ചെയ്യുകയാണ്? നമുക്ക് ഒരുമിച്ചിരുന്ന് കളിച്ചാലോ? ആ കളിക്കാം സ്വാമി. ആരും കളിക്കാനില്ലാത്തോണ്ട് ഞാൻ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുമായിരുന്നു. ഇപ്പൊ സ്വാമി വന്നില്ലേ, എന്നെ അറിഞ്ഞുകൂടെ? ഞാൻ കാശി സ്വാമിയാരാണ്. ആര് നമ്മെ മനസ്സിൽ ധ്യാനിച്ചാലും നാം അവിടെ പ്രത്യക്ഷപ്പെടും. അതിരിക്കട്ടെ, എന്ത് കളിയാണ് നമുക്ക് കളിക്കേണ്ടത്? ഇത് കണ്ടോ? ഇത് വെച്ച നമ്മളിപ്പോ കളിക്കാൻ പോകുന്നേ സ്വാമി. ഇത് വെച്ച് എങ്ങനെയാണ് ബേട്ടി നമ്മൾ കളിക്കുന്നത്? ഞാൻ പറഞ്ഞുതരാം ഇത് വെച്ച് എങ്ങനെയാ കളിക്കണ്ടേന്ന്. ഈ സൂത്രം എടുത്ത് നിലത്ത് വെച്ച് ഇങ്ങനെ വരയ്ക്കണം. ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കണം. ഓ, ഇങ്ങനെ വരയ്ക്കണം. കൊറേ നേരം വരച്ചിട്ട് ഇങ്ങനെ ഒരച്ചൊരച്ച് എന്ത് ചെയ്യും? കളിക്കേണ്ട ആളോട് കണ്ണടച്ചിരിക്കാൻ പറയണം. കണ്ണടച്ചിട്ട് അതിനുശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് പറയൂ. എന്നിട്ട് എന്താ ചെയ്യണ്ടേന്ന് അറിയാം. ഈ സൂത്രം ഇങ്ങനെ എടുത്ത് സ്വാമിയുടെ കയ്യിലേക്ക് വയ്ക്കും. സ്വാമി, സ്വാമിയുടെ കയ്യിൽ ഒരു ആപ്പിൾ വന്നേക്കുന്ന കണ്ടില്ലേ? ആ കയ്യിൽ ഞാനൊരു ചാമ്പയ്ക്ക് വരത്തി കാണിക്കട്ടെ സ്വാമി. എന്തൊരു ചാമ്പയ്ക്കയാ? നീ ഒന്ന് പോകട്ടെ കൊച്ചാമ്പ. സീതയുടെ കഴുത്തിൽ താലി കെട്ടിയ ആൾ ആരാണെന്ന് ഇന്ന് എനിക്ക് അറിഞ്ഞേ മതിയാവൂ. അതെ, എനിക്ക് ഒരു അത്യാവശ്യ കാര്യത്തിന് പുറത്തു പോകണമായിരുന്നു. നിങ്ങളും എൻ്റെ കൂടെ വരുമോ? എങ്ങോട്ടാ പോകണ്ടേ? അയ്യോ, അതൊക്കെ പിന്നെ പറയാം. ഒന്ന് വന്നേ. എഴുന്നേക്ക്. എവിടെയാ പോകണ്ടെന്ന് പറഞ്ഞാൽ വരാം. ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ, വാ. അതെ, എനിക്ക് ഒരു അത്യാവശ്യ കാര്യത്തിന് പുറത്തു പോകണമായിരുന്നു. നിങ്ങളും എൻ്റെ കൂടെ വരുമോ? എങ്ങോട്ടാ പോകണ്ടേ? അയ്യോ, അതൊക്കെ പിന്നെ പറയാം. ഒന്ന് വന്നേ. എഴുന്നേക്ക്. എവിടെയാ പോകണ്ടെന്ന് പറഞ്ഞാൽ വരാം. ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ, വാ. ഒന്ന് വേഗം വന്നേ. എങ്ങോട്ടാ പോകുന്നെന്ന് പറ. അതൊക്കെ ഞാൻ പറയാം. അവിടെ കേറ്. നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? നമ്മളിപ്പോ ജാനകി ഹോമിലേക്കാ പോകുന്നത്.
എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത്? ആ, അത് സീതയുടെ മുത്തശ്ശിയെ ഒന്ന് കാണണമായിരുന്നു. എന്തിന്? സീതയുടെ കഴുത്തിൽ താലി കെട്ടിയത് ആരാണെന്ന് അവർക്കറിയാതിരിക്കില്ലല്ലോ. എന്തിനാ ഇപ്പൊ വണ്ടി നിർത്തിയത്? അല്ല, സീതയുടെ പേഴ്സണൽ കാര്യത്തെ പറ്റി നമ്മളവരോട് തിരക്കുന്നത് ശരിയാണോ? ആ, സീതയ്ക്ക് പറയാൻ മടിയുള്ളപ്പോ അവർക്ക് വേണ്ടപ്പെട്ടവരോടല്ലേ ചോദിക്കാൻ പറ്റൂ. അവൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഗംഗെ? സീതയുടെ ഭർത്താവ് ആരാണെന്ന് എങ്ങനെയെങ്കിലും നമുക്കറിയണം. അതാ ഇപ്പോഴത്തെ ആവശ്യം. അവർ ദുഃഖങ്ങളൊക്കെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് ജീവിക്കുന്നത് കാണാൻ എനിക്ക് കഴിയാത്തോണ്ടായിരുന്നു ഏട്ടാ. അവരുടെ ഭർത്താവ് ആരാണെന്ന് കണ്ടുപിടിച്ച് അവരെ തമ്മിൽ ഒന്നിപ്പിച്ചാൽ മാത്രമേ സീതയെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിന് ഒരർത്ഥം ഉണ്ടാവുമായിരുന്നു ഏട്ടാ. അവര് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടാൽ മാത്രമേ എനിക്ക് സമാധാനാവൂ. സീതയ്ക്ക് നല്ലത് വരണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ ഞാനിപ്പോ മുത്തശ്ശിയെ കാണാൻ തീരുമാനിച്ചത്. ഇതിൽ യാതൊരു തെറ്റിദ്ധാരണയും ഉണ്ടാവാൻ പോകുന്നില്ല. അരുണേട്ടൻ കൂടുതൽ ഒന്നും ആലോചിക്കണ്ട, വണ്ടി എടുക്ക. ആ ശരി. എന്താ മോളെ, എല്ലാം നന്നായി പഠിച്ചിട്ടില്ലേ നീ? ആ പഠിച്ചിട്ടുണ്ട് മുത്തശ്ശി. നന്നായിട്ട് എഴുതണേ. വാ മോളെ. മുത്തശ്ശി സുഖല്ലേ? നിങ്ങളുടെ കാരുണ്യം കൊണ്ട് നന്നായിരിക്കുന്നു മോളെ. നിങ്ങൾക്ക് സുഖമല്ലേ? ഞങ്ങള് സുഖമായിരിക്കുന്നു മുത്തശ്ശി. എന്താ മോളെ ഒരു മുന്നറിയിപ്പില്ലാതെ ഈ വഴിക്കൊക്കെ? അത് മുത്തശ്ശിയോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. എന്താ മോളെ അറിയേണ്ടത്? എന്താണെങ്കിലും ചോദിക്കേ. അത് സീതയുടെ ഭർത്താവ് ആരാണ്?